ഏവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രാർത്ഥനയെപ്പറ്റി ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോകൾ ആധാരമാക്കി പല പ്രതികരണങ്ങളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുള്ള സന്തോഷവും നന്ദിയും നിങ്ങളോട് അറിയിക്കുന്നതിനോടൊപ്പം അങ്ങനെ ലഭിച്ച പ്രതികരണങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമാക്കുന്നത് ഉചിതമാകും എന്ന തോന്നലാണ് ഈ വീഡിയോ കൂടെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തമാകാൻ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി എനിക്ക് ലഭിച്ച ഒരു പ്രതികരണം അത് ആരിൽ നിന്നാണ് എന്ന് വെളിപ്പെടുത്താതെ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആധാരമാക്കി നിങ്ങളുമായി പങ്കിടേണ്ട സ്പഷ്ടീകരണം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ നിർവഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഈ ഇങ്ങനെ പ്രതികരിച്ച ആളിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത് അത് എൻ്റെ ഒരു പോളിസി ആയിട്ടാണ്. ഒരു വ്യക്തി തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ വൈമനസ്യമില്ല എന്ന് വ്യക്തമായി എന്നെ അറിയിക്കാത്തിടത്തോളം കാലം ആരാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് ഞാനൊരു കാലത്തും വെളിപ്പെടുത്തുകയില്ല. അത് ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ദൈവസന്നിധിയിൽ ഞാൻ കൽപ്പിക്കുന്ന അഖണ്ഡതയുടെ ഭാഗമാണ്. ഞാൻ ഈ ഒരു പ്രതികരണം വായിച്ചിട്ട് അതിനോട് അനുബന്ധമായ ചില ചിന്തകൾ, ഇംഗ്ലീഷിലാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്, ഞാനത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങൾ മലയാളത്തിൽ കൂടെ ഹ്രസ്വമായി പ്രതിപാദിച്ച് മുൻപോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. സിൻസ് ലാസ്റ്റ് couple of years I too stopped praying and I became more agnostic than a believer. പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ 2 വർഷങ്ങളായി ഞാനും സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു താരിപ്പ് ഉപേക്ഷിച്ചിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് ആരും പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥന നിർത്തിയെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പ്രതികരിച്ച ആളിന് ഞാൻ അയച്ച സന്ദേശത്തിലും ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥന ഉപേക്ഷിച്ചു എന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കണം, ഇന്ന സമയത്ത് മാത്രമായിരിക്കണം, ഇന്ന സ്ഥലത്തായിരിക്കണം എന്നുള്ള പാരമ്പര്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില ധാരണകൾ ഉപേക്ഷിച്ചു. 2, പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് എന്ന് നാം പരക്കെ സമ്മതിച്ചില്ല എങ്കിലും പരക്കെ ധരിച്ചു വച്ചിരിക്കുകയും അതനുസരിച്ച് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ഉദ്ദേശം ഉപേക്ഷിച്ചു. അതായത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അർഹിക്കാത്ത ആനുകൂല്യങ്ങൾ ഇരന്ന് വാങ്ങിക്കുക എന്നതാണ്. അല്ലെങ്കിൽ മുഖസ്തുതി പറഞ്ഞ് ദൈവത്തെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിച്ച് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മളോട് കൂറ് തോന്നി കൂടുതലായി നമുക്ക് വല്ലതും ലോട്ടറി അടിക്കും എന്ന പ്രതീക്ഷയുള്ള പ്രാർത്ഥന 100% ഞാൻ ഉപേക്ഷിച്ചു എന്നത് ഞാൻ ഈ 2 വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു സ്പഷ്ടീകരണം, ഒരു വിശദീകരണം. I even stopped my family prayer and stopped praying for any sort of materialistic blessing in the world. അപ്പോൾ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഫാമിലി പ്രെയർ നിർത്തി. 2ാമത് ഭൗതികമായ നേട്ടം കൈവരിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന ധാരണ ഞാൻ ഉപേക്ഷിച്ചു. ഞാനിപ്പോൾ അതിനുവേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അത് തരണമേ, ഇത് തരണമേ. ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കാത്ത ഒരു ഭവനത്തിലാണ് വളർന്നത്. എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ, അപ്പോൾ വല്യപ്പച്ചനാണ്
വല്യപ്പച്ചൻ വളരെ അച്ചടക്കമുള്ള വ്യക്തിയാണ്. അപ്പോൾ സൂക്ഷിച്ച് 7 മണിയാകുമ്പോൾ എല്ലാവരും ഒരു പ്രത്യേക മുറിയിൽ വന്ന് പ്രാർത്ഥനയിൽ അപ്പോൾ അപ്പച്ചൻ 6:55 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കസേരയിൽ അവിടെ ഇരിക്കും. അപ്പോൾ അപ്പച്ചനോട് പോയിരിക്കുമ്പോൾ വീട് എല്ലാം അറിയാം. എല്ലാവരും ഒന്നൊന്നായി വന്ന് അവിടെ ഇരിക്കും. പാട്ടുപാടും, വേദപുസ്തകം വായിക്കും. വേദപുസ്തകത്തിലെ 3 ഭാഗങ്ങൾ വായിക്കും. അതിനുശേഷം അപ്പച്ചൻ പ്രാർത്ഥിക്കും. എന്നാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വീട്ടിലെ അംഗങ്ങളിൽ പലരും ഉറക്കത്തിൽ നിന്ന് ഉണരാൻ മടിയില്ല. അതങ്ങനെ കിടക്കുന്നതാണ് ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു ആചാരം, ഒരു കർത്തവ്യം നിർവഹിച്ചു, ഒരു കടമ നിർവഹിച്ചു, ദൈവത്തിന് കൊടുക്കേണ്ട ടാക്സ് കൊടുത്തു എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടക്കാതെ നടത്തി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എത്രമാത്രം ആത്മീയമായ അർത്ഥവും വ്യാപ്തിയും പ്രസക്തിയും അച്ചടക്കവും ഉണ്ട് എന്ന് ഏവരും ചിന്തിക്കേണ്ട ഒരാവശ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നാം റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യവും ശ്രദ്ധ വെച്ച് ചെയ്യുകയില്ല. അത് യാന്ത്രികമായി മാത്രമേ ചെയ്യുകയുള്ളൂ. നാം യാന്ത്രികമായി ചെയ്യുന്നത് ശരീരം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്നത് അത് ബോധമില്ലാത്ത പ്രവൃത്തിയാണ്. ബോധതലങ്ങളിൽ കൂടെ മാത്രമേ ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു പ്രിൻ്റർ ഇരിപ്പുണ്ട്. അതിൽ തൊടാൻ എൻ്റെ കൈ മതി. ഇതിനോട് ബന്ധം പുലർത്താൻ എനിക്ക് സ്പർശനം മതി. എന്നാൽ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ബന്ധം പുലർത്തണമെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചാൽ ഒക്കത്തില്ല. അത് ബോധതലത്തിൽ കൂടെ ഞാൻ ഇരുന്ന് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഓർക്കുമ്പോൾ പല അനുഭവങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതൊക്കെയും ഓർമ്മയിൽ കൂടെ വീണ്ടും പുനർജീവിപ്പിച്ച് ആ വ്യക്തിയെ ഞാൻ സ്പർശിക്കുന്നു. അപ്പോൾ അങ്ങനെ യാന്ത്രികമായി ചെയ്യുന്ന ഒന്നിനും ആത്മീയമായ യാതൊരു അർത്ഥവുമില്ല, മൂല്യവുമില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ഉണ്ട് എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ ദൈവത്തിൽ നിന്ന് വല്ലതും ആനുകൂല്യം കൈപ്പറ്റാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രാർത്ഥന നിർത്തി അത് ഇങ്ങനെ പ്രതികരിച്ച ഈ വ്യക്തിയുടെ ആത്മീയമായ പക്വതയെ അടയാളപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻപോട്ട് വായിക്കാം. മൈ പ്രെയർ ഈസ് ജസ്റ്റ് സബ്മിറ്റിംഗ് മൈ തോട്ട്സ് വിത്തിൻ മൈ സെൽഫ് ആൻഡ് സീക്കിംഗ് വാട്ട് ഐ ഷുഡ് ഡു. അതിനുവേണ്ടി നമുക്ക് സീക്കിംഗ് പ്രെയർ, അതായത് നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ നിന്ന് വല്ലതും അർഹിക്കാത്ത ആനുകൂല്യം കിട്ടാനല്ല. പിന്നെയോ ദൈവഹിതം എന്നെപ്പറ്റിയുള്ളത് ഞാൻ എപ്രകാരമായിരിക്കണമെന്നും എന്തു ചെയ്യണമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റീസ് എന്തായിരിക്കണമെന്നും ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കത്തക്കവണ്ണമുള്ള ഒരു വെളിപ്പാട്, ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്കറിയാം. മൈ മദർ വാസ് എ ബിറ്റ് വറീഡ് അബൌട്ട് മൈ ചേഞ്ച്. എൻ്റെ അമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ, ഇതറിഞ്ഞപ്പോൾ വലിയ അങ്കലാപ്പുണ്ടായി. കാരണം എന്താണ്? നാം ഏതവസ്ഥയാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഇതുവരെയും എന്ത് കണ്ട് പരിചയിച്ചോ അത് ആവർത്തിക്കുമ്പോൾ മാത്രമാണ് ഈ വ്യക്തി ഭക്തിയുള്ള ആളാണ് എന്ന് മറ്റുള്ളവർ ധരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ അവസ്ഥ അറിഞ്ഞിട്ട് ആർക്കും നമ്മൾ ദൈവത്തോട് അടുത്തോ അകന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. മനുഷ്യനെ വിലയിരുത്തുന്നത് വെളിയിൽ നിന്നാണ്. പ്രഹസനത്തെ മാത്രം, അപ്പിയറൻസ്, ബാഹ്യമായി നിന്ന് നോക്കുമ്പോൾ പുറമേ എന്തൊക്കെ കാട്ടുന്നു, പുറമേ എന്തൊക്കെ അനുവർത്തിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി മാത്രമേ മനുഷ്യനെ അറിയുവാനും വിലയിരുത്തുവാനും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ധാരണകൾ എപ്പോഴും ഉപരിപ്ലവമാണ്. ഉള്ളിലെ സത്യം തിരിച്ചറിഞ്ഞ് ഒരു സഹജീവിയെ മനസ്സിലാക്കാനുള്ള കഴിവ് സാധാരണ മനുഷ്യർക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും
ഇല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ളവർ വളരെ വളരെ വിരളമാണ്. ഒരു 10 കോടിയിൽ 1 2 ആളുകളുണ്ടെങ്കിൽ അത്ഭുതമെന്ന് വിചാരിക്കാം. അപ്പോൾ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി വലിയ അങ്കലാപ്പ് ഉണ്ടായി. At times I used to think whether I am completely lost, but each day when my worries, thoughts are answered after submitting it to a God I am still seeking, I get more confident and I am much better than when I used to pray. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ എൻ്റെ താരിപ്പനുസരിച്ച് മറ്റുള്ളവർ ഇന്നത് ചെയ്യണമെന്ന്, ഞാൻ ഇന്നതുപോലെ പ്രവർത്തിക്കണം അല്ലെ പ്രാർത്ഥിക്കണമെന്ന് നിഷ്കർഷിക്കുന്നതിനനുസരിച്ച് ഞാൻ യാന്ത്രികമായി ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേ ഇരുന്ന അവസ്ഥയേക്കാൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പറയുന്ന കാര്യം, ഞാൻ 2 വർഷം മുൻപ് അതുവരെ ഞാൻ ശീലിച്ച ഈ പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യാസം വരുത്തിയപ്പോൾ ഞാൻ ആദ്യഘട്ടങ്ങളിൽ വളരെ അനിശ്ചിതാവസ്ഥയും എന്നെപ്പറ്റി തന്നെയുള്ള ഒരു എന്താണ് പറയുന്നത്, നിശ്ചയദാർഢ്യമില്ലാത്ത, ഒരു വ്യക്തതയില്ലാത്ത ഒരവസ്ഥ, ഒരു അൺസർട്ടനിറ്റിയിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഞാൻ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നുവെങ്കിലും എൻ്റെ ഏകാന്തതയിൽ എൻ്റെ ചിന്തകളെയും ആന്തരിക അവസ്ഥകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഷ്ടപ്പെട്ടു പോയില്ല. ഞാൻ നഷ്ടപ്പെട്ട മകനോ മകളോ അല്ല. പിന്നെയോ ഞാൻ കൂടുതലായി ദൈവത്തോട് അടുക്കുവാനിടയായി എന്നതാണ് ഈ വ്യക്തിയുടെ സാക്ഷ്യം. അപ്പോൾ ഈ ഒരു മാറ്റത്തിൽ കൂടെ കുറെ കൂടെ അർത്ഥവത്തായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞു. ഇത് ഞാൻ എൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ടല്ല. ഞാൻ ഈ 2 വീഡിയോകളിൽ കൂടെ പ്രാർത്ഥനയെ പറ്റിയുള്ള എൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നതിന് 2 വർഷം മുൻപ് സംഭവിച്ചാണത് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം പല ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. യാന്ത്രികമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയിലും ദൈവികമായ അർത്ഥമോ അനുഗ്രഹമോ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്ന അറിവ് ഇപ്പോൾ പൂർവാധികമായി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. Sometimes I get answers well ahead before I think about it. പലപ്പോഴും പല അവസരങ്ങളിലും ഞാൻ പ്രാർത്ഥനയിൽ കൂടെ, ഉള്ളിലെ പ്രാർത്ഥനയിൽ കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി, തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. When I used to pray, I used to think I am praying to please the world around me by showing them that I am close to God. ഞാൻ ഈ 2 വർഷം മുമ്പ് വരെ മുടങ്ങാതെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. എന്താണ്? ഞാൻ ദൈവത്തോട് വളരെ അടുത്ത വ്യക്തിയാണെന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്, കൂടെ ചുറ്റുമുള്ള ആളുകളോടാണ് പ്രാർത്ഥിച്ചത് എന്നത് ഇവിടെ വ്യക്തമാണ്. അവരെ ഒന്ന് തൃപ്തിപ്പെടുത്താനും അവരെ ഒന്ന് സൂചിപ്പിക്കാനുമാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇത് വളരെ സത്യമാണ്. ഇത്ര തുറന്ന് ഇങ്ങനെയുള്ള സത്യങ്ങൾ ആരും പരക്കെ പറയാറില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കാര്യം. നൗ ഐ ആം ഫ്രീ ഫ്രം ഓൾ സച്ച് തോട്ട്സ്. അങ്ങനെയുള്ള നിർബന്ധങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ വിമുക്തനായിരിക്കുന്നു, അല്ലെങ്കിൽ വിമുക്തയായിരിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ റിഫ്ലക്ഷൻ ഓൺ പ്രെയർ. നിങ്ങൾ പ്രാർത്ഥനയെപ്പറ്റി നൽകിയ അറിവുകൾക്ക് നന്ദി. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞതിനെ ആസ്പദമാക്കിയല്ല ഈ പ്രതികരിച്ച വ്യക്തി തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത്. 2 വർഷത്തിന് മുൻപാണ്. I fell asleep after listening to your message the previous night. അതിൻ്റെ ഒരു കാരണം,
എൻ്റെ ശബ്ദം മോശമാണ്, ഞാൻ പറയുന്നത് അത്ര നാടകീയമല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഉറങ്ങിപ്പോയി. അത് സാധാരണ സംഭവിക്കുന്നതാണ്. കാരണം ആരെങ്കിലും കട്ടിലേക്ക് കിടന്നുകൊണ്ട് വീഡിയോ കണ്ടാൽ ഉറങ്ങിപ്പോവും, അത് യാതൊരു സംശയമില്ല. ഹെൻസ് സെൻഡിങ് ദ മെസ്സേജ് നൗ. ഇത് ഇന്നലെ ഞാൻ അയക്കണമെന്ന് വിചാരിച്ചാണ്, ഇപ്പോഴാണ് അയച്ചത്, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമുക്കിതിനെ ആസ്പദമാക്കിയ ചില ചിന്തകൾ. മറ്റൊരു പ്രതികരണത്തിൽ വന്നത്, താങ്കൾ പ്രാർത്ഥനയെപ്പറ്റി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യേശു പ്രാർത്ഥിച്ചു, പിന്നെ താൻ എന്താണ് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത്? ഞാൻ വീണ്ടും പറയുന്നത്, പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ധരിച്ചു വച്ചിരിക്കുന്നു, അതിലർത്ഥമുണ്ടോ എന്ന് നാം ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പോട്ടെ, അപ്പോൾ യേശു പ്രാർത്ഥിച്ചോ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു, യാതൊരു സംശയമില്ല. പക്ഷേ ആളുകൾ മനസ്സിലാക്കാത്തതിൻ്റെ കാര്യം, യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും യേശുവിൻ്റെ ദൗത്യ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന മുഴുവനും താൻ നിർവഹിക്കാനായി പിതാവായ ദൈവം നിയോഗിച്ച ആ ദൗത്യത്തെ ഏറ്റവും അനുസരണത്തോടും വിശ്വസ്തയോടും കൂടെ 100% പിതാവിൻ്റെ ഹിതത്തിന് അനുയോജ്യമായി ഇത് നിർവഹിപ്പാൻ എനിക്ക് പരിജ്ഞാനവും ശക്തിയും നിശ്ചയദാർഢ്യവും വിൽ പവറും മാത്രവുമല്ല, ദൈവത്തിൻ്റെ ടൈം ടേബിൾ അനുസരിച്ചാണോ ഞാൻ ഓരോ ചുവടും വയ്ക്കുന്നത്, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ആസ് പെർ ഗോഡ്സ് ടൈം ടേബിൾ, അങ്ങനെയാണോ ഞാൻ എൻ്റെ ഓരോ ചുവടും? അത് അനുസരണത്തിൻ്റെ ഒരു മഹനീയമായ വശമാണ്. യേശു പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ദൗത്യബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. ഇപ്പോൾ യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു, നമ്മളും സ്നാനമേറ്റു. പക്ഷെ സഭ നമുക്ക് തന്ന സ്നാനവും യോഹന്നാൻ സ്നാപകനാൽ യേശു സ്വീകരിച്ച സ്നാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് താരതമ്യപ്പെടുത്താൻ പോലും സാധ്യമല്ല എന്നത് ക്രിസ്ത്യാനികൾ മനഃപൂർവ്വമായി ഒഴിച്ചു വച്ചിരിക്കുകയാണ്. ഒരു അംശം മാത്രം ഞാൻ പറയാം. യോഹന്നാൻ എന്താണ് യേശുവിനോട് പറയുന്നത്? എനിക്ക് നിന്നാൽ സ്നാനമേൽക്കുവാൻ ആവശ്യം, അതുകൊണ്ട് ഞാനിത് ചെയ്യുകയില്ല. ഞാനിത് ചെയ്യുന്നത് എൻ്റെ സൈഡിൽ നിന്ന് വരുന്ന അഹങ്കാരമാണ്. നിന്നെ സ്നാനപ്പെടുത്താൻ ഞാൻ ആരാണ് എന്ന് പറയുമ്പോൾ യേശു അവനോട് പറയുന്നുണ്ട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിർവഹിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ. അവിടെ വളരെ വ്യക്തമാണ്, ദൈവത്തിൻ്റെ നീതി, ദൈവികമായ സകല നീതിയും നിർവഹിക്കുന്നത് നമുക്ക് ഉചിതമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി തന്നെ പരസ്യമായി സമർപ്പിക്കുന്ന ആ ആന്തരികമായ അവസ്ഥയുടെ ബാഹ്യമായ അടയാളപ്പെടുത്തലാണ് യേശുവിൻ്റെ സ്നാനം എന്നത് സഭ ഒരിക്കലും പഠിപ്പിക്കുകയില്ല. സഭ സ്നാനത്തെ സഭയുടെ അംഗങ്ങളാക്കുവാൻ ഉള്ള ഒരു കർമ്മമായിട്ടാണ്, ഒരു റിച്വലായിട്ടാണ് ചെയ്യുന്നത്. അതും യേശുവിൻ്റെ സ്നാനവും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും യേശുവിൻ്റെ സ്നാനമാണെങ്കിലും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയാണെങ്കിലും യേശുവിൻ്റെ മരണമാണെങ്കിലും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണെങ്കിലും എല്ലാം നാം ധരിച്ചിരിക്കുന്ന ആത്മീയതയ്ക്ക് ഘടകവിരുദ്ധമാണ്. നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ ഓമന മക്കളാകാനുള്ള ഒരേ ഒരു താല്പര്യം, കൂടുതൽ ആനുകൂല്യം പ്രാപിപ്പാൻ അത് സഹായിക്കുമെന്നതാണ്. യേശു അങ്ങനെ ആയിരുന്നില്ല. തൻ്റെ എല്ലാ മാഹാത്മ്യവും എല്ലാ മഹിമയും വിട്ട് എല്ലാ അധികാരവും ഉപേക്ഷിച്ച് ഈ ലോകത്തിലെ സകല സാധ്യതകളും അനുഗ്രഹങ്ങളും, നമ്മൾ ധരിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളവും അനുസരണം തികച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ആ ഒരു അനുഭവത്തിൽ നിന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. നാം എന്ത് ചെയ്തു? ഈ അനുഭവം അങ്ങ് മാറ്റി, ഈ ദൗത്യബോധം അങ്ങ് മാറ്റി, ദൈവത്തോടുള്ള അനുസരണം അങ്ങ് മാറ്റി, പിന്നെ ദൈവത്തെ ഒരു കോസ്മിക് ATM, നമ്മൾ പ്രാർത്ഥനയെന്ന് പറയുന്ന കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ അവിടെ എന്തെങ്കിലും വീഴും എന്ന വിധത്തിൽ നമ്മളാക്കി തീർത്തു. ഇത് പ്രാർത്ഥനയാണെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പിക്കരുത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനോട് ചെന്ന് പറയുന്നത്, ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നാണല്ലോ. അന്നും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്നും പ്രാർത്ഥന എന്ന് പറയുന്ന ആത്മീയമായ ഈ ഒരു അനുഭവത്തെ വ്യാപകമായി ദുരുപയോഗം ചെയ്തിരുന്നു. അന്നും ആളുകൾ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന എന്നാൽ എന്ത് എന്ന് അറിയാതെയും അറിയാൻ താല്പര്യമില്ലാതെയും ദൈവത്തെ സ്വാർത്ഥപരമായ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമായി തരം താഴ്ത്തുന്നതിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ. എന്നാൽ യേശുവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു, ആ പ്രാർത്ഥനയല്ല. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ അനുഭവമുണ്ട്, പക്ഷേ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ ഒരവസ്ഥയിലാണ് അവർ യേശുവിനോട് പറയുന്നത്, ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ തീർച്ചയായും ഈ ഒരു മേഖലയിൽ ഒരു വലിയ അപാകത എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്നു. എനിക്കെല്ലാവരോടും എൻ്റെ സാക്ഷ്യമായി പറയാനുള്ളത്, പ്രാർത്ഥന അതിമനോഹരവും അതുല്യവുമായ ഒരാത്മീയ അനുഭവവും ഒരു വ്യക്തിപരമായ ഒരു സമാനതയില്ലാത്ത ഒരു അനുഗ്രഹവുമാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ കൂടെ നാം നമ്മെ തന്നെ തെണ്ടികളാക്കുകയും ദൈവത്തെ ബോധമില്ലാത്ത, ആരാണ് തന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത വെറും വിഗ്രഹമാക്കി, നമ്മുടെ കാര്യസാധ്യത്തിൻ്റെ വിഗ്രഹമാക്കി അധപ്പതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അക്രമം, ഒരു അനീതി, ഒരു അപമാനം നമ്മുടെ പ്രാർത്ഥനയിലും ആരാധനാമുറയിൽ പൊതുവേയും തിങ്ങി നിൽക്കുന്നു, പ്രകടമായി നിൽക്കുന്നു എന്ന് ദൈവം തിരിച്ചറിയണം. ഇങ്ങനെ 100 വർഷം ഇരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാലും അതിന് യാതൊരു വിലയുമില്ല. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് കിട്ടി, പ്രാർത്ഥിച്ചപ്പോൾ അത് കിട്ടി. അത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് ഇതിനൊന്നും വേണ്ടിയല്ല, കിട്ടാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ആകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നാം ആയിത്തീരേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ പ്രസ്താവനയിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്നല്ല, നിങ്ങൾ ആരാകുന്നു എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ കോടീശ്വരന്മാരാകുന്നു ആകുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ദൈവമക്കളാകുന്നു എന്നല്ല യേശു പഠിപ്പിച്ചത്. അങ്ങനെ ആയിത്തീരത്തക്കവണ്ണമുള്ള ആ ഒരു നമ്മുടെ ആത്മീയമായ നിയോഗം, അത് നമ്മുടെ അനുഭവത്തിൽ വരണമെങ്കിൽ, അത് നമ്മുടേതായി തീരണമെങ്കിൽ നാം അതിൻ്റേതായ അച്ചടക്കം പാലിക്കണം. ആ അച്ചടക്കത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ വളർച്ചയാണ്. ക്രിസ്തുവാകുന്ന തലയോളവും വളരുക. ആ ക്രിസ്തുവാകുന്ന തലയോളവും വളരണമെങ്കിൽ നാം നമ്മെപ്പറ്റിയുള്ള വ്യക്തമായ ദൈവികമായ താല്പര്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സർവശക്തിയും ഉപയോഗിച്ച് അനുസരിക്കുകയും ഈ ഭൂമിയിൽ അത് നടപ്പാക്കുകയും ചെയ്യുന്ന ആ ഒരു ക്ലേശമേറിയ പ്രക്രിയയിൽ കൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വം വളരുകയുള്ളൂ. ആ പ്രക്രിയയിൽ നാം എടുക്കുന്ന ഓരോ ചുവടും ദൈവഹിതത്തിന് അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തുവാനും ഈ ക്ലേശമേറിയ ദൗത്യത്തിൽ അന്ത്യം വരെയും പിടിച്ചു നിൽക്കാനും നമുക്ക് ദൈവ പരിജ്ഞാനവും ദൈവശക്തിയും ആവശ്യമാണ്. ഇത് രണ്ടും പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് ഞാൻ ഈ 2 വീഡിയോയിൽ കൂടെ എല്ലാവരെയും അറിയിക്കുവാൻ താല്പര്യപ്പെട്ടത്. അത് മുൻപ് ചെയ്ത 2 വീഡിയോയിൽ കൂടെ വ്യക്തമല്ല എങ്കിൽ ഇപ്പോഴത് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മുൻപിലത്തെ 2 വീഡിയോകളോടും പല വിധത്തിൽ പ്രതികരിച്ച ഏവരോടും അവരുടെ പ്രതികരണങ്ങൾ എന്നെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തതുകൊണ്ട് അവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആത്മീയമായ
യാത്രയിൽ, പിൽഗ്രിമേജ്, തീർത്ഥാടനത്തിൽ മുറയ്ക്ക് എന്നോട് സഹകരിക്കുന്ന ഏവരോടുമുള്ള സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.